സ്കൂൾ കുട്ടികളും ലഹരിയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞതായി അധ്യാപികയുടെ വെളിപ്പെടുത്തൽ. തകർച്ചയിലായ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് അധികവും ലഹരിയുടെ പിടിയിൽ എത്തിയതെന്നും കുടുംബങ്ങളിൽ ഇവരെ സാമ്പത്തിക സ്രോതസ്സാക്കുന്നുവെന്നും ആരോപണം. 2 യുവതികൾ വാഗമണിൽ പുലർച്ചെ ലഹരി എത്തിക്കുന്നതായും സൂചന. വാഗമൺ രാസലഹരിയുടെ കേന്ദ്രമായി മാറാൻ തുടങ്ങിയിട്ട് നാളുകളായി. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ രാസലഹരിക്ക് അടിമകളായി മാറിയിരിക്കുകയാണ്. ഇവർ ലഹരി ഉപയോഗിക്കുകയും വിൽപ്പനയും നടത്തുന്നവരായി മാറിയിരിക്കുകയാണ്. തകർച്ചയിലായ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇതിലധികവും. സ്കൂൾ അധികൃതരെ കൊണ്ട് ഇത് നിയന്ത്രിക്കാൻ അസാധ്യമാണ്. കുടുംബങ്ങൾ ഇവരെ സാമ്പത്തിക സ്രോതസ്സുകളാക്കുന്നതും നിയന്ത്രിക്കുന്നത് അസാധ്യമായി മാറിയിരിക്കുന്നു. പക്ഷേ ക്ലാസുകൾ കൊണ്ടൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ മാരകമായ രീതിയിൽ അവരുടെ മനസ്സുകളെ ലഹരി ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന്റെ പിന്നില് പലതരം ഘടകങ്ങൾ ഉണ്ടാകാം. ഒന്ന്, മുൻപ് പറഞ്ഞതുപോലെ തന്നെ ബ്രോക്കൺ ഫാമിലികൾ. ആ ബ്രോക്കൺ ഫാമിലികളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ വളരെ സംഘർഷഭരിതമാണ് എന്നുള്ളത് ഒരു ഘടകമാണ്. പിന്നെ പലപ്പോഴും ഇത്തരം ബ്രോക്കൺ ഫാമിലികളിലെ ഈ കുട്ടികളാണ് ആ കുടുംബങ്ങളിലെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്നുള്ളത് ഒരു ഘടകമാണ്. ഇപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ പണം നേടിയെടുക്കാനും കുടുംബം നോക്കാനും ഉള്ള ഉത്തരവാദിത്വം കുട്ടികളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം, വിനോദസഞ്ചാര മേഖലയാണ്. ഈ വിനോദസഞ്ചാര മേഖലയിൽ കുട്ടികളുടെ കൈകളിൽ തന്നെ പണം ധാരാളം എത്താനുള്ള പല വഴികളുണ്ട്. വാഗമണിൽ തിരക്കുള്ള ദിവസങ്ങളിൽ 21-22 വയസ്സ് പ്രായമുള്ള 2 യുവതികൾ വാഗമണിൽ ലഹരി എത്തിക്കുന്നുണ്ട്. ഇത് പ്രദേശവാസികൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തൊടുപുഴ ഭാഗത്തുനിന്ന് KL 38 രജിസ്ട്രേഷനുള്ള ഒരു ബൈക്കിൽ 2 യുവതികൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഈ റൂട്ടിൽ കണ്ടിരിക്കുന്നുണ്ട്. അത് ഒന്ന് പഴയകാടിൻ്റെ അപ്പുറം ചുംബനവളവും, അത് കഴിഞ്ഞ് വരുന്നത് കൊക്കവളവ്, അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ അമ്മച്ചിക്കടയുടെ തൊട്ടപ്പുറത്ത് ആ വേസ്റ്റ് കൂടുന്ന ആ സ്ഥലത്തുമാണ്. ഇത് നമ്മുടെ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മളെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളതാണ്. അത് വിട്ടാൽ ഇവർ വരുന്നത് KL 7 രജിസ്ട്രേഷനുള്ള ഒരു സ്കൂട്ടിയിലാണ്. ഇവർ വരുന്ന വാഗമണിൽ തിരക്കുള്ള സമയങ്ങൾ മാത്രമേ വാഗമണിക്ക് തിരിച്ചു വരാറുള്ളൂ. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിൽ കുട്ടികളും വനിതകളും ഉൾപ്പെടെ ലഹരിക്ക് അടിമപ്പെടുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണത കൂടിക്കൂടി വരികയാണ്. ഇതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നേരിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമുണ്ടാകും. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.